ശ്രീ പോവുക എപ്പോഴാണെന്ന് ദേവി ഭാഗവതത്തിൽ പറയും. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അവിടെ അത് പറയാനപ്പോൾ ഇത് പറഞ്ഞത് എപ്പോഴാ പോവുക അവിടെ പറയും. താമസ മന്വന്തരം കഴിഞ്ഞ് പിന്നീടുണ്ടായ മന്വന്തരത്തിലാണ് ഭഗവാൻ ദേവന്മാർക്ക് അമൃത് നേടിക്കൊടുത്തത് എന്നും പറഞ്ഞു. അപ്പം ചോദിച്ചു, അതെന്തിനീ അങ്ങനെ ഉണ്ടായത്, അമൃത് നേടിക്കൊടുത്തത്? ആ കാലത്ത് എന്തുണ്ടായി വെച്ചാൽ ഒരു സംഗതി ഉണ്ടായി. ഈ യത് ദുർവാസസാപാൽ സേന്ദ്രാലോകാസ്ത്രയോ നൃപ നിശ്രീകാം ശാഭവം സ്തത്ര. എന്ത് മനസ്സിലായില്ല? അങ്ങനെയുണ്ടല്ലോ. അതായത് പണ്ടേ ദുർവാസാവിന്റെ ശാപം കാരണം ദേവന്മാർക്ക് ഒരു ക്ലേശം ഉണ്ടായി. എന്താ? നിശ്രീകാം ശാഭവം സ്തത്ര നേശ്വരിജ്യാതയ ക്രിയാഹ. അവർക്ക് ശ്രീ ഇല്ലേ ഈ ദേവന്മാർക്ക്. ദേവന്മാർക്ക് എന്താ ശാപം ഉണ്ടായത്? ശാപം എന്താണെന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ശാപം ഉണ്ടായി എന്നല്ലാതെ ഇന്നതാണ് ശാപം എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അതെന്താ പറയാണ്ടിരിക്കാൻ കാരണം ചോദിച്ചാൽ മഹാഭാരതത്തിലൊക്കെ അതൊക്കെ പറയേ, അതൊക്കെ വായിച്ചവരാണല്ലോ ഇത് വായിക്കാൻ വരും. അതുകൊണ്ടാണ് പറയാണ്ടിരുന്നത്. മഹാഭാരതത്തിൽ ആ ശാപത്തിന്റെ കഥ പറയുമ്പം പറയും, പണ്ട് ഈ ദുർവാസാവ് മഹർഷി ഇങ്ങനെ ദേവലോകത്തിൽ കൂടി ഇങ്ങനെ പോകുമ്പോഴാണ് വിദ്യാധര സ്ത്രീകൾ കുറച്ചുപേര് ദേവലോകത്ത് കൽപ്പവൃക്ഷ പൂക്കളെ കൊണ്ട് മാല കെട്ടി വിസ്തരിച്ചിരിക്കുക. അവരിങ്ങനെ പൂക്കളെ കൊണ്ട് കൽപ്പവൃക്ഷത്തിന്റെ പൂക്കളൊക്കെ പൊട്ടിച്ച് നല്ല ഭംഗിയുള്ള മാലയൊക്കെ കെട്ടിയിരിക്കുകയാണ്. ഇവരിങ്ങനെ മാല കെട്ടി ഭംഗിയായിട്ട് ആ മാലയൊക്കെ ഗംഭീരമായിട്ട് ഇങ്ങനെ കെട്ടി വിസ്തരിച്ചിരിക്കുമ്പോഴാണ് ദുർവാസാവ് മഹർഷി ഇങ്ങനെ പോണത്. അപ്പോൾ ദുർവാസാവ് മഹർഷിയെ കണ്ടപ്പം ഈ വിദ്യാധര സ്ത്രീകൾ ഈ മാല കൊണ്ടുവന്ന് ദുർവാസാവ് മഹർഷിയുടെ കാൽക്കൽ വെച്ച് നമസ്കരിച്ച്, ഗുരുനാഥ ഇവിടത്തേക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയുണ്ടല്ലോ, അതുണ്ടായത്. അവർ സന്തോഷം കൊണ്ട് അദ്ദേഹത്തെ കണ്ടപ്പം അവർക്ക് തോന്നി അദ്ദേഹത്തിന് കൊടുക്കുക. ഗുരുനാഥന്മാർക്കാണല്ലോ സർവസ്വം സമർപ്പിക്കേണ്ടത്, അദ്ദേഹത്തിന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അവർ വിനയത്തോടെ കൊണ്ടുവന്ന് കാൽക്കൽ വെച്ച് നമസ്കരിച്ചു. ദുർവാസാവിന് സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, എന്തിനാ കുട്ടികളെ ഈ മാല എനിക്ക്? അതൊക്കെ എൻ്റെ ഈ ജടയിൽ എന്ത് മാല ചൂടാനാണ്? അദ്ദേഹം മഹർഷിയല്ലേ, ജടയൊക്കെ കെട്ടി നടക്കണ ആൾക്ക് മാല ചൂടേണ്ട വല്ല കഥയുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളുടെ ആ വലിയ കേമായ മുടിയിൽ അതൊക്കെ ചാർത്തി സന്തോഷമായിട്ട് കഴിച്ചോളൂ, എനിക്കതിൻ്റെ ആവശ്യമില്ല. ആര് പറഞ്ഞു? ഈ ദുർവാസാവ് മഹർഷി പറഞ്ഞു. ദുർവാസാവ് മഹർഷി ഇത് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒന്നും എനിക്കിതൊന്നും ആവശ്യമില്ല, എന്തേ വേണ്ടോ, അവിടെ ഇരിക്കട്ടെ, നിങ്ങളെടുത്തോളൂ, സന്തോഷം കൊണ്ട് നിങ്ങൾ തന്നതല്ലേ സ്നേഹത്തോടെ, ഇവിടെ എന്തെങ്കിലും ഒരു സാധനം വെച്ചോളൂ കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ അവിടെ ആ കസേരയൊന്നും മതിയാവില്ല, അതൊക്കെ തട്ടിത്തെറിപ്പിച്ചിങ്ങോട്ട് പോരും. എന്നാലേ ഒരു സാധനം അവിടെ പരത്തി വെച്ചിരുന്നല്ലോ, ഒരു തടസ്സം, എന്തെങ്കിലും ഒന്ന് വെച്ചോളൂ, അവിടെ ഇരുന്ന് കേൾക്കൂ. ഇതൊക്കെ പറയുന്നതൊക്കെ കേൾക്കണില്ലേ, കേൾക്കാനാ പറയുന്നത്, അവിടെ ഇരുന്ന് കേൾക്കൂ. അപ്പൊ ഈ ദുർവാസാവ് മഹർഷിയുടെ കാൽക്കൽ ഈ മാല സമർപ്പിച്ച സമയത്ത് ഈ മാല അദ്ദേഹം വാങ്ങിയില്ല. എന്താ വെച്ചാൽ നമ്മൾക്ക് വേണ്ടാത്തൊരു വസ്തു നമ്മൾ വാങ്ങി വെക്കേണ്ട കാര്യമില്ലല്ലോ. ദുർവാസാവിന് അതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹത്തിന് ഈ മാല്യലേപന അലങ്കാരാദികൾ, എന്താ അർത്ഥം? മാല്യലേപനം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? മാല്യം, മാല ചൂടുക, ലേപനം പറഞ്ഞാൽ സെന്റ് പൂശ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ആർക്കതൊക്കെ? ലൗകികന്മാരായ കൂട്ടർക്കല്ലേ, സംസാരവാസനയുള്ളവർക്കല്ലേ ഈ അലങ്കാര മാല്യാദികളൊക്കെ വേണ്ടു. അല്ലാത്തവർക്ക് അതൊന്നും എനിക്കതിലൊന്നും. നിങ്ങളൊക്കെ അതൊക്കെ ആയിക്കോളൂ കേട്ടോ. എന്തായാലും നിങ്ങൾ സമർപ്പിച്ചതിൽ സന്തോഷമുണ്ട്, അതുകൊണ്ട് അനുഗ്രഹിച്ചു, ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വിദ്യാധര സ്ത്രീകൾ പറഞ്ഞു, ഗുരുനാഥ അങ്ങനെ പറ്റില്ല, ഇത് അങ്ങനെയൊക്കെ സമർപ്പിച്ചത്, അങ്ങ് അത് കൊണ്ടുപോകണം. അപ്പം ഒരു വല്ലാതെ അങ്ങോട്ട് സ്നേഹം പറഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഭാവം, നമ്മളിപ്പോൾ എന്താ വെച്ചിട്ടോ, ഒരാൾ വലിയൊരു സ്നേഹത്തോടെ വലിയ ഭാവത്തോടെ നമുക്കൊരു വസ്തു തന്നു. അപ്പം നമ്മളത് ഇനിയിപ്പോൾ ചിലപ്പോൾ വേണ്ടി വരില്ല നമുക്ക്, എന്നാലും നമ്മളത് വേണ്ടാന്ന് പറഞ്ഞ് നിന്ദിച്ചാൽ ആർക്ക് വേദനയാവും? തന്നയാൾക്കതൊരു വേദനയാവും. അപ്പം എന്ത് ചെയ്യരുത്, അങ്ങനെ ഒരു വേദന ഉണ്ടാക്കരുത്. അപ്പം നമ്മളത് സന്തോഷത്തോടെ വാങ്ങണം. അടുത്ത വീട്ടിലെ കുട്ടനെ പിറന്നാളാണ്, ആ ഉണ്ണി രാവിലെ തന്നെ വന്നിട്ട് പറഞ്ഞു, തിരുമേനി ഇതാ മിഠായി, ഇന്ന് എൻ്റെ പിറന്നാളാണ് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ മിഠായി ഒന്നും കഴിക്കാറില്ല. അപ്പം നമ്മൾ ഹേയ് മോം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ണുരുട്ടി വായ പൊളിക്കേണ്ട വല്ല കാര്യമുണ്ട്? ആ പാവം കുട്ടിയല്ലേ, അത് ഇങ്ങനെ കൊണ്ടുവന്നപ്പം ഉണ്ണിയെ പിറന്നാളാണോ അറിഞ്ഞില്ല കേട്ടോ, നന്നായി വരട്ടെ, ഒരു 200 കൊല്ലം ഒന്നും ഉണ്ടാവില്ല, എന്നാലും നല്ലൊരു വാക്ക് പറയാ കുട്ടോട്, കുറെ കാലം ഇങ്ങനെ ആരോഗ്യത്തോടെ ഐസായിട്ട് ജീവിക്കട്ടെ, ഉണ്ണിയെ നന്നായി വരട്ടെ, നല്ലൊരു വർത്തമാനം പറഞ്ഞു. കുട്ടിക്ക് വലിയ സന്തോഷമായി. ഉണ്ണി ഓടിച്ച നമ്മോട് പറഞ്ഞു, അമ്മ ഞാൻ തിരുമേനിക്ക് മിഠായി കൊടുത്തു, തിരുമേനി മിഠായിയൊക്കെ വാങ്ങി എന്നോട് 200 കൊല്ലം 200. അത് നന്നായി ഉണ്ണി, അങ്ങനെയാ വേണ്ടത്. സന്തോഷമായില്ല കൂട്ടറെ പിറന്നാളിൻ്റെ അന്ന് രാവിലെ അതിനൊരു സന്തോഷമായി. 200 കൊല്ലമൊക്കെ ഉണ്ടാവും, സന്തോഷമാവില്ലേ? ഉണ്ടാവില്ല എന്നല്ല, സന്തോഷിച്ചുല്ലോ, കുറച്ചു നേരം ഒരു സമാധാനം ശാന്തിയൊക്കെ ഉണ്ടായില്ലേ, നന്നായി. അപ്പൊ നമ്മളാ മിഠായി വാങ്ങി, നമ്മൾ പതിവില്ല, അന്നും പതിവില്ലേ. അപ്പൊ നമ്മളിതിങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുമ്പോഴാ തെക്കേലെ ഉണ്ണി അദ്ദേഹം ഇങ്ങനെ പോവാ, തിരുമേനി ചിരിച്ചു, ഉണ്ണി ഇങ്ങോട്ട് വരിക, ഇതങ്ങോട്ട് കൊടുത്തു. അതിന്റെ കണ്ണൊക്കെ കാണും. രാവിലെ മിഠായി കണ്ടപ്പോൾ എന്തോ ഒരു സന്തോഷമായി. ഇത് ഉണ്ണി കഴിച്ചോളോ, സന്തോഷമായി. ആ ഉണ്ണി സന്തോഷത്തോടെ ഓടി പോയി അമ്മയ്ക്ക് തിരുമേനി. അപ്പൊ അമ്മയ്ക്ക് ഉണ്ണിയെ തിരുമേനിക്ക് അവിടെ നിന്ന് വിളിച്ചമ്മ മിഠായി ആവശ്യം എനിക്ക് തന്നു.
നന്നായി കഴിച്ചോളൂ ഉണ്ണി. നോക്കൂ, ഇപ്പൊ തന്ന ഉണ്ണിക്ക് സന്തോഷമായി, വാങ്ങിയ നമുക്ക് സന്തോഷമായി. നമ്മൾ വാങ്ങിയിട്ട് കഴിക്കാൻ മോഹിച്ച ഉണ്ണിക്ക് അത് കൊടുത്തപ്പം അതിലേറെ സന്തോഷം. ഇപ്പൊ എത്രയാ സന്തോഷം അല്ലേ. ഇപ്പൊ നമ്മളിത് വാങ്ങാണ്ടിരുന്നിട്ട് വിരോധം കാണിച്ചു വെച്ചാൽ തന്ന കുട്ടിക്ക് വിഷമായി. നമുക്ക് പിന്നെ പണ്ട് പ്രത്യേകിച്ച് ഒരു വികാരം ഇല്ലാത്ത ജന്തുവാ. ആലോചിച്ച് നോക്കോ, മറ്റേ അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ സന്തോഷം ഉണ്ടായി, അപ്പൊ എന്താ കുഴപ്പം? അങ്ങനെ ഒന്ന് ആലോചിക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഈ ദുർവാസാവ് മഹർഷി എന്താ ചെയ്തു വെച്ചാല് ഇത്രയൊക്കെ നിർബന്ധിച്ച് തരുമ്പോ അദ്ദേഹം മാല ശരി ഇങ്ങോട്ട് തന്നോളൂ. വിദ്യാധര സ്ത്രീകൾ ഗന്ധപുഷ്പം കൊണ്ടു ദിവ്യമായുള്ളൊരു മാല്യം കൊരുത്തത്. നല്ല ദിവ്യ പുഷ്പങ്ങളെ കൊണ്ട് ഒരു വിശിഷ്ടമായൊരു മാല ഉണ്ടാക്കി. ആ മാലയാണ് എന്ത് ചെയ്തത്? ഇവിടെ ആ മാല വാങ്ങി അദ്ദേഹത്തിന് തലയിൽ ചൂടിയില്ല. ചൂടിയ എന്താ വെച്ചോ, അത് ചൂടിയാ പിന്നെ വേറെ കൊടുക്കാൻ പറ്റില്ലേ? വടിയപ്പൂ ഇവിടേക്ക് ഇല്ലേ തോന്നുന്നു, അത് ഉണ്ടല്ലേ, ഇവിടേക്ക് ഉണ്ടല്ലേ, അതൊക്കെ ഉണ്ടാവും. പണ്ട് കോപ്പി എഴുതിയതല്ലേ. വടിയപ്പൂ, ചൂടിയപ്പൂ, അങ്ങനെയല്ലേ. വാടിയത് ചൂടിയാലും ചൂടിയത് ചൂടരുത് എന്നൊരു സമ്പ്രദായം നമ്മുടെ ഇടയിലുണ്ടല്ലോ. ഇപ്പൊ വാടിയതും ചൂടും ചൂടിയതും ചൂടും എന്ത് ചൂടും ഒരു ശുദ്ധവും ഇല്ല ഒന്നും കണ്ടല്ലേ. വാടിയതെടുത്ത് തലയെ ചൂടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരാൾ ചൂടിയതെടുത്ത് നമ്മൾ വാങ്ങി ചൂട്. അതുപോലെ ഒരാൾ ഉടുത്തതഴിച്ച് ഇങ്ങോട്ട് വാങ്ങി ഉടുക്കുക പതിവില്ല. ഉടുത്തതഴിച്ച് മുക്കി അലക്കി ഉണക്കി ഉടുക്കുന്നതിന് വിരോധമൊന്നും ഇല്ല. മുണ്ടൊക്കെ ഒരാൾ മുക്കി അലക്കിയ മുണ്ട് കൊടുക്കാൻ വിരോധം. അരയെന്നും കണ്ട എടുത്ത് പതിവില്ല. ഇപ്പൊ അതൊക്കെ പതിവുണ്ടെന്നേ. അതൊരു ശുദ്ധവും സമ്പ്രദായം ഒന്നും ഇല്ലേ. അതാണ്. അതുകൊണ്ട് തന്നെ ഈ വേണ്ട മാതിരി ഗുണമൊന്നും ഇല്ല. ചിലപ്പോൾ തോന്നുന്നു പണ്ടത്തേനേക്കാളും ധാരാളം ചെയ്യുന്നുണ്ട്. പക്ഷെ പണ്ടത്തേൻ്റെ നാലിലൊന്ന് ഫലം ഇല്ല. കാരണം എന്താ ചോദിച്ചാലേ, ഈ പറയുന്ന ജാതി അശുദ്ധികളൊക്കെ ഉണ്ട്. അതൊക്കെ കൂടി ശുദ്ധിച്ച കുറേ കൂടി ഗുണം ഉണ്ടാവും. ഇവിടെ എന്താ ഇപ്പം ഉണ്ടായേ ചോദിച്ചാൽ, മഹർഷി ഈ മാല തൻ്റെ കൈത്തണ്ടയമ്പിൽ ഇങ്ങനെ ഇങ്ങനെ നടന്നു പോണ വഴിയിൽ ദേവേന്ദ്രനെ കണ്ടപ്പോൾ എന്താ വെച്ചാൽ, ദേവേന്ദ്രൻ ആനപ്പുറത്തുനിന്ന് ചാടി പുറത്തേക്ക് ഇറങ്ങി വന്നു. അദ്ദേഹത്തെ കണ്ടു നമസ്കരിച്ചു, നല്ലോണം നമസ്കരിച്ചു. അപ്പം ദേവേന്ദ്രനെ കണ്ട സന്തോഷത്തിന് ഈ മാല ദേവേന്ദ്രന് കൊടുത്തു. ദേവേന്ദ്രൻ പിന്നെ ഇതിലൊക്കെ കുറച്ച് വാസനയുള്ള ആളാണ്. ഇത് മാലയുടെ വാസനയല്ല, ഇന്നത്തെ വാസന ചൂടാനൊക്കെ ഒരു മോഹമുള്ള ആളാണേ. മാല ചൂടുക എന്നൊക്കെ പറയില്ലേ ചിലർക്ക്. അങ്ങനെയൊക്കെ ചിലർക്ക് ഈ ആഭരണം, മാല, വസ്ത്രങ്ങളിലൊക്കെ വലിയ ഒരു വാസനയില്ല. ചിലർക്ക് അതൊന്നും അത്ര വാസന ഉണ്ടാവില്ല. ഒന്നും ഉടുക്കും, അങ്ങനെയൊക്കെ ഉണ്ട്, വലിയ ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല. ഓരോ പ്രകൃതിയാണേ. അതാണ് ഇത് ഇന്ദ്രന്റെ പ്രകൃതി. എങ്ങനെയാണെന്ന് ഇന്ദ്രന് കൊടുത്തു. ഇന്ദ്രന് ഈ മാല എന്നാ വാങ്ങി സന്തോഷമായിട്ട് ഇവിടെ ചൂടിയാൽ മതി. നമ്മളെ പാമ്പലത്തിൽ നിന്ന് പൂവും പ്രസാദമൊക്കെ തന്നെ എങ്ങനെയാ പതിവ്? അത് ഇങ്ങോട്ട് വാങ്ങി മൂർധാവിൽ ചൂടി വേണ്ട മതിയൊക്കെ ചാർത്തല്ലേ ചെയ്യുക. അങ്ങനെയൊക്കെയല്ലേ പതിവ്. ഇപ്പൊ പിന്നെ അങ്ങനെയല്ല പതിവ്. നമ്മൾ ചന്ദനമൊക്കെ ഇങ്ങോട്ട് വാങ്ങിയിട്ട് അത് അമ്പലത്തിന്റെ ചുമരുമ്പിലാ ചാർത്തുക. നിനക്ക് തന്നെയല്ലേ പതിവ്. ആ ഗുരുവായൂർ വടക്കേനാടേക്ക് ഒന്ന് പോയി നോക്കൂ. അത് പുറത്തുനിന്ന് അന്യന്മാരൊന്നും വന്ന് ചാർത്തണതല്ല. അത് വണ്ടിക്കൂലി കൊടുത്ത് കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും പെരുമ്പാവൂരിൽ നിന്നൊക്കെ പോയി ചാർത്തണത്. അത് ശരിയല്ലേ? ഇത് എന്തുണ്ട് കഥ? അത് ചെയ്യരുത് കേട്ടോ. നമ്മള് അമ്പലത്തിലൊന്നും പോയി ചുമരന്റെ മുകളിലൊന്നും ചന്ദനം ചാർത്തേണ്ട കാര്യം നമ്മളില്ല. അതൊക്കെ ചന്ദനം ചാർത്താൻ അകത്തുള്ളവർ ചാർത്തിക്കോളും. നമ്മൾ തൊഴുത് പോന്നാൽ മതി. ആ പ്രസാദം എന്തിനാ തരണത്? ഭഗവാന്റെ തൃപ്പാദത്തിൽ പൂജ കഴിച്ച ചന്ദനവും പൂവും ഒക്കെയാണ്. അത് നമുക്ക് പ്രസാദമായിട്ട് തന്നാൽ വളരെ ഭവ്യതയോടുകൂടി ഭക്തിയോടുകൂടി വാങ്ങി നെറ്റീമിലൊക്കെ ചാർത്തി എന്ത് ചെയ്യണം? എന്നിട്ട് കുറേ തന്നു വെച്ചാൽ എന്ത് ചെയ്യണം? ചിലപ്പോൾ നമ്മളുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് കുറേ തന്നിട്ടുണ്ടാവും. എന്തിനാണത്? അത് ബാക്കി മടക്കി മടിയിൽ വെച്ചോളൂ. കുടുംബത്തില്ലേ കുറേ എണ്ണം ഒക്കെ കൊടുക്കണം. അവർക്കുണ്ടാവട്ടെ ഈശ്വരഭാവം, അനുഗ്രഹം. കുട്ടികളുണ്ടാവും, ഭാര്യ ഉണ്ടാവും, അമ്മ ഉണ്ടാവും, അച്ഛൻ ഉണ്ടാവും, കാരണവന്മാരുണ്ടാവും. ചിലപ്പോൾ അമ്പലത്തേക്ക് നടന്നെത്താൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ കൊടുക്കണം. അവർക്കും കൂടി അനുഗ്രഹം വേണേ. അതിനൊക്കെയാണ് അങ്ങനെ. അല്ലാതെ നമ്മളത് ചുമരിൻ്റെ മുകളിൽ തേക്കാൻ ചെയ്യരുത്. അമ്പലത്തിൻ്റെ ചുമരൊന്നും വൃത്തികേടാക്കരുത്. കാരണം എന്താണെന്നറിയോ? ഭഗവാന്റെ ശരീരമാണ് എന്ത്? ക്ഷേത്രം എന്നാ പറയുക. അതിൻ്റെ മുകളിൽ നമ്മൾ ഇതൊക്കെ കൊണ്ടുപോയി തേച്ചാലോ? അതിനിപ്പോൾ എന്താ തിരുമേനി? ചന്ദനല്ലേ, വേണ്ടാത്ത സാധനമൊന്നും അല്ലല്ലോ. ഇതല്ലേ ഇപ്പം മറുപടി പറയാൻ ചുണ്ട് പൊന്തിച്ചത്? അതിന് മറുപടി അങ്ങോട്ട് തരാന്നല്ലേ. ചന്ദനാണ് പറഞ്ഞത് കാര്യം, നല്ല സാധന പറഞ്ഞത് കാര്യം. അവിടെ ഇവിടെ കൊണ്ടുപോയി ചാർത്തിയാൽ നേരിയാവില്ല. ആരോ ഒരുത്തം നമ്മളിങ്ങനെ പോകുമ്പോൾ പുറത്തെന്തോ തേച്ചു. എന്താണോ തേച്ചത്? ഒന്നുമില്ല, പാൽപ്പായസം തേച്ചത്. അത് ഇപ്പത്തമ്മോ വിഷമൊന്നുമല്ല എന്ന് പറഞ്ഞു. പാൽപ്പായസം നല്ല സാധനമാണ്. അത് പുറത്ത് തേച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇഷ്ടാവുമോ? അപ്പൊ മനസ്സിലായില്ലേ? നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എല്ലാ ദിക്കിലും ഇലയിൽ വിളമ്പി കഴിക്കാനും ഇല കളഞ്ഞ് കൈ കഴുകി പോരാനൊക്കെ നന്നാച്ചാൽ പുറത്ത് തേച്ചാലും തലയിൽ തേച്ചാലൊക്കെ വിഷമായി. അതൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ തൃപാദത്തിൽ തന്ന ചന്ദനവും ഭസ്മവും ഒക്കെ നമുക്ക് ചാർത്താനും ധരിക്കാനും ഒക്കെയാണെന്നാ പറഞ്ഞത്. ഇതൊക്കെയാണ് ആക്കെ മനസ്സിലാക്കണം. ഇതൊക്കെ എന്തിനാ? അപ്പൊ ഇന്ദ്രൻ എന്താ ചെയ്തു വെച്ച് ഈ മാല ആനയുടെ പുറത്ത് വെച്ചിട്ട് കുപ്പായ കീശയെന്ന് മറ്റേ ആ മുടി നേരിയാക്കണ കോലില്ലേ, അതെടുത്തിട്ട് അങ്ങനെ നേരിയാക്കണേ.
കുറെ നേരെയായി നേരിയാക്കണു. ഈ മുടി നേരെയാക്കിയതൊട്ടൊന്നും തല നേരിയാവും തോന്നുന്നുണ്ട്. അങ്ങനെ വെച്ചാൽ നമ്മുടെ നാട്ടിൽ എത്ര തല നേരെയാവണം? ശരിയല്ലേ? അപ്പൊ ഈ പൂവ് ഗംഭീര പൂവല്ലേ, അതിലേക്ക് വണ്ടുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വന്നിട്ട്, വണ്ടിന്റെ ശല്യം കാരണം ആന വല്ലാതെ മുഷിഞ്ഞു. ആനയ്ക്ക് മുഷിച്ച് ആന ഈ മാല വലിച്ചു നിലത്തേക്ക് ഇട്ട് ചവിട്ടി അങ്ങോട്ട് തേച്ചു. ദുർവാസാവ് ഇങ്ങനെ ലൈവ് എന്ത് ദുർവാസാവ് ഇങ്ങനെ കാണണേ, നിന്ന നിപ്പിന് പണ്ടെങ്ങാനും ഉണ്ടായി എന്ന് പറഞ്ഞ് കേൾക്കല്ല, എങ്ങനെയൊന്നും ഉണ്ടായി എന്ന് ഒരാൾ പറഞ്ഞിട്ട് കേൾക്കല്ല ചെയ്യുന്നത്. അതിങ്ങനെ കണ്ണന്റെ മുമ്പിൽ ഇങ്ങനെ കാണുക, തന്റെ മാല ചവിട്ടും. അതപ്പാവം കുട്ടികളെ, ഏത് കുട്ടികള്? ആ വിദ്യാധര സ്ത്രീകളെ പാവം എന്തോ ഒരു വാത്സല്യത്തിൽ ഗുരുനാഥ എന്ന് പറഞ്ഞുകൊണ്ടുവന്ന് ആ പെൺകുട്ടികളുടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഇത് ഉഷ്ടൻ എന്തല്ലേ ജാതി ഇങ്ങനെ കാണി നിന്ദിച്ച അവർ പാവം എത്ര ബുദ്ധിമുട്ടി തനിക്ക് സമരം തന്നെ നശിപ്പിച്ചു എന്ന് തോന്നില്ലേ? അദ്ദേഹത്തിനുള്ളിലൊരു ആ വാത്സല്യം കൊണ്ടൊരു ആ കുട്ടികളോടുള്ള വാത്സല്യം കൊണ്ടൊരു വിഷം. എന്താ ഇന്ദിര താനൊന്നേ എന്നെ ശ്രീ പോട്ടെ എന്ന് പറഞ്ഞു. എന്ത് പോട്ടേന്ന്? ശ്രീ പോട്ടെ എന്നങ്ങോട്ട് ശപിച്ചു. ഇതുണ്ടായി. ഇതാണ് ശാപത്തിന്റെ കഥ. അത് ഇവിടെ പറഞ്ഞിട്ടില്ല, ഭാരതത്തിലാ പറഞ്ഞു. ഇനി ദേവി ഭാഗവതം എന്ന് കേട്ടിട്ടുണ്ടോ? ദേവി ഭാഗവതം. ഈ ദേവി ഭാഗവതത്തിൽ ഈ കഥ ലേശം കൂടി വ്യത്യാസമായിട്ട് പറയും. ഇത്തിരി വ്യത്യാസമുള്ള അതും കൂടിയാണ് പറയാൻ. ഇപ്പം അത് ഇനിയിപ്പോൾ അന്വേഷിക്കാൻ പോകണ്ട. എന്താ വെച്ചോ, അതായത് ദേവി ഭാഗവത്തിൽ എന്താ പറയുക, ഇദ്ദേഹം ദുർവാസാവ് മഹർഷി വൈകുണ്ഠത്തിൽ പോയപ്പം വൈകുണ്ഠത്തിൽ നിന്ന് ഭഗവാൻ പ്രസാദമായിട്ട് രാവിലത്തെ പൂജയുടെ പ്രസാദമായിട്ട് ഒരു പൂവ് കൊടുത്തു. ഏതാ പൂവെന്നറിയൂ? വൈകുണ്ഠത്തിലെ രാവിലെ ഭഗവാൻ ശ്രീപരമേശ്വരന്റെ വകയൊരു പുഷ്പാഞ്ജലി ഉണ്ട്. കൈലാസത്തിലേക്ക് തിരിച്ചുകൊണ്ട് കേട്ടോ, അതൊക്കെ രാവിലെ വൈകുന്നേരം മാറി മാറി ഉണ്ട്. അത് അപ്പൊ വൈകുണ്ഠത്തിൽ വന്ന ഭഗവാൻ ശ്രീപരമേശ്വരൻ പൂജ കഴിക്കുമ്പം സമർപ്പിച്ച പൂക്കൾ ഉണ്ടാവുമല്ലോ, ഹിമാലയത്തിലെ കൈലാസത്തിലെ വിശേഷ പൂക്കൾ, ആ പൂവ് അത് വൈകുണ്ഠസ്വാമി ഭഗവാൻ ആർക്കും കൊടുക്കില്ല, പ്രിയപ്പെട്ട പൂവായതുകൊണ്ടേ. അപ്പൊ ദുർവാസാവ് വന്നപ്പോൾ ദുർവാസാവിനോടുള്ള ഇഷ്ടക്കൂടുതൽ കാരണം ഈ പൂവ് ആർക്ക് കൊടുത്തു? ദുർവാസാവിന് കൊടുത്തു. ദുർവാസാവ് ഈ പൂവായിട്ട് പോകുമ്പോഴാണ് വഴിയിലാരെ കണ്ടത്? ഇന്ദ്രനെ കണ്ടത്. ബാക്കിയൊക്കെ സമാണ്. ഇത് മാലയ്ക്ക് പകരം പിന്നെ ഈ പൂവാണെന്നേ ഉള്ളൂ. ഈ ഭാഗത്ത് ദേവി ഭാഗവത്തിൽ ഈ കഥ പറയുമ്പോൾ ഈ ഭാഗത്ത് വേറൊരു സംഗതി പറയും. എന്താ പറയാന്നറിയോ? എപ്പോഴൊക്കെയാണ് ശ്രീ പോവുക എന്ന്. ആര് പോവുക? ശ്രീ. ശ്രീ എന്നൊക്കെ നേരെ പറയണം. ഇപ്പൊ ആള് ശ്രീ പറയില്ല, ശ്രീ എന്നാ പറയുക. ശ്രീ എന്നല്ല പറയുന്നത്, ശ്രീ എന്ന് പറയണം. സ ര ശ്ര അല്ലെ, സ എന്ന് ചേർത്ത് ര പറഞ്ഞാൽ സ്ര, പ്രസ്രവണം. അത് വേറെ വാക്ക്. ശ്രീ ശാരാശ്ര ശ്രീകൃഷ്ണൻ ശ്രീരാമൻ അത് ശ്രീയാണ്. പക്ഷെ പൊതുവെ വെറുതെ പറയില്ലേ, ഒന്നും പറഞ്ഞാൽ നേരെ കുട്ടികളെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ പറഞ്ഞ പാടൊക്കെ ശ്രീ എന്നാ പറയും. കുടുംബത്താരെയും തിരുത്തുമോ? ആര് തിരുത്താൻ? കുടുംബത്തുള്ളവർക്ക് ഇഷ്ടം ആദ്യം തിരുത്താൻ. ഒക്കെ പൊരിച്ചാത്തി കുഴയല്ലേ നമ്മുടെ നാട്ടില്. അക്ഷരമൊക്കെ ശുദ്ധമായിട്ട് പറയണേ, ഇല്ലെങ്കിൽ ഒന്നും ഒരു വാക്കി അതിലും ഉണ്ടാവില്ല. ഇംഗ്ലീഷ് പറയുമ്പോൾ എന്തോ ഒരു കൃത്യതയാണ് നമുക്ക്. ആരെങ്കിലും ഒരു ലേശം തെറ്റിച്ച് പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് പരിഹസിക്കുമ്പോൾ ഒരു 15 കൊല്ലം. ഇതിന് പരിഹസിക്കണത് സാഹിബിന്റെ ഭാഷ ഇത്തിരി തെറ്റിച്ച് പറഞ്ഞാൽ നമ്മൾ ഇതിനെ പരിഹസിക്കണത്. നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും ഭാഷയൊന്നും അല്ലല്ലോ അത്. ഇവിടെ നമ്മുടെ ഭാഷ കൊഞ്ഞാ എന്നാ പറയാൻ ഒരു പരിഹാസ്യതയില്ല. അതാ പറഞ്ഞത്, ഒരു ജാതി ഭാഷകളാണ് നമ്മുടെ നാട്ടിലെ സമ്പ്രദായം. വെറുതെ ഇരുന്ന് ചിന്തിച്ചോളൂ. ഒക്കെ ഏത് ഭാഷയ്ക്ക് അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. ഇംഗ്ലീഷിന് അതിൻ്റെ ഭംഗിയുണ്ട്, സംസ്കൃതത്തിന് അതിൻ്റെ ഭംഗിയുണ്ട്, മലയാളത്തിന് അതിൻ്റെതായ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഓരോന്നിനും ഓരോ ഭംഗിയാണ്. എരിശ്ശേരിക്കൊരു രസം വേറെയുണ്ട്, കാളൻ്റെ രുചി ഒരു ഭംഗി വേറെയാണ്, സാമ്പാർ അതിലേറെ വേറെ രുചിയാണ്. ഓരോ കൂട്ടാനും ഓരോ രുചിയില്ല. എല്ലാ കൂട്ടാനും നമുക്ക് ഇഷ്ടമാണ്. എല്ലാം കൂടി കൂട്ടിക്കുഴച്ചാലോ? അത് എണ്ണക്കാരൻ കണ്ട അദ്ദേഹം ചട്ടുകം കൊണ്ട് തല്ലിക്കൊല്ലും. പിന്നെ എന്തിനാ അദ്ദേഹം 3 മണിക്ക് ഇറങ്ങി പണിയെടുത്തത്? ഇതൊന്നിച്ച് കൂട്ടിക്കുഴച്ചൊരു ഉരുളിയിൽ തിളക്കിയാൽ മതിയായിരുന്നില്ലേ? വ്യത്യാസം അതാണ്. നമുക്ക് വിവരമില്ലായതുകൊണ്ട് ഇപ്പോൾ ഓരോന്നിനും ഓരോന്ന് ആസ്വദിക്കാനുള്ള കഴിവുള്ള കൂട്ടർക്ക് അതൊക്കെ ഭംഗിയായിട്ട് ആസ്വദിക്കാം. ഇവിടെ പറഞ്ഞത് എന്താ ചോദിച്ചാൽ, ഈ ശ്രീ പോവുക എപ്പോഴാണെന്ന് ദേവി ഭാഗവതത്തിൽ പറയും. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അവിടെ അത് പറയാനപ്പോൾ ഇത് പറഞ്ഞത് എപ്പോഴാണ് പോവുക? അവിടെ പറയും, കുളിച്ചിട്ട് എണ്ണ തേക്കണവൻ്റെ ദേഹത്തിന്നും കുടുംബത്തിന്നും ശ്രീ പോവും. ശ്രീയല്ല, സ്ത്രീകൾ തന്നെ പോകും. വൃത്തിയും വെടുപ്പില്ലാത്തവൻ്റെ കൂടെ പെണ്ണുങ്ങൾ നിൽക്കുമോ? അവരിറങ്ങി പോവില്ലേ? എന്നുവെച്ചാൽ എന്താ അർത്ഥം? കുളിച്ചിട്ട് എണ്ണ തേക്കണവൻ്റെ ദേഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ശ്രീ പോകും. അതൊക്കെ മുത്തശ്ശിയമ്മമാർക്കൊക്കെ നിശ്ചയം ഉണ്ടാവും. പണ്ടൊക്കെ മുത്തശ്ശി പറയുന്നത് കേട്ടിട്ടുണ്ട്. അടുക്കളയിലകത്തൊക്കെ ഈ എണ്ണ തേച്ചാൽ പിന്നെ അകത്തേക്ക് കയറാൻ സമ്മതിക്കില്ല, ഒന്നും തൊടാൻ സമ്മതിക്കില്ല. കുളിക്കാനൊക്കെ എണ്ണ തേച്ചാൽ രാവിലെ കുളി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു കുളിക്കാൻ തന്നെ കൂട്ടിക്കോളൂ. കുളിയെ ശുദ്ധമൊന്നും ഇല്ല, കുളിച്ചിട്ട് ശുദ്ധം തന്നെയാണ്. രാവിലെ പുറത്ത് പോയി കൂട്ടി തൊട്ടിട്ടൊന്നും ഇല്ല, ഇനി എവിടെയും പോയി ഒന്നും ശുദ്ധം മാറിയിട്ടില്ല. എന്നാലും എണ്ണ തേച്ചിട്ട് ഒന്ന് കുളിക്കാൻ നിരീക്ഷിച്ച് കുളിക്കാൻ പോകുമ്പോൾ എണ്ണ ദേഹത്ത് തേച്ച് തലയിലോ തേച്ച് കഴിഞ്ഞാൽ പിന്നെ കട്ടില പറഞ്ഞാൽ മനസ്സിലാവില്ലേ? വാതിൽ കട്ടിലകളോ വാതില് അമണപ്പലകയോ പലകകളോ ഓട്ടുപത്രങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒന്നും തൊടാൻ സമ്മതിക്കില്ല. അകത്തേക്ക് കയറാനും സമയം. പിന്നെ കുളത്തിൽ പോയി മുങ്ങി കുളിച്ച് ശുദ്ധമായിട്ട് വന്നിട്ടേ അതൊക്കെ തൊടാൻ സമ്മതിക്കുള്ളൂ. എന്താ വെച്ചാൽ തൊടാൻ സമ്മതിക്കില്ല. അങ്ങനെയാണ് ഒക്കെ. അപ്പൊ എണ്ണ തേച്ചാൽ അശുദ്ധി ഉണ്ടെന്ന് അവർ. കുളിച്ചാലേ പിന്നെ
ശുദ്ധാവുള്ളൂ. അപ്പൊ കുളിച്ചിട്ട് എണ്ണ തേക്കരുത്. ഇല്ലെങ്കിൽ പണ്ടൊന്നും അങ്ങനെ എണ്ണ തേച്ച് കുളിക്കാന്നല്ലേ പറയാ നമ്മള്. അങ്ങനെയല്ലേ എണ്ണ തേച്ച് കുളിക്കുക? എന്താ അർത്ഥം? എണ്ണ തേക്കണോ കുളിക്കണോ ശുദ്ധാവണോ ഇങ്ങോട്ട് പോരുന്നോ. കുളി കഴിഞ്ഞ് നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ ഒപ്പം എണ്ണ തേച്ച് വന്നോ കുളിക്കാണ്ട് നിൽക്കണോനെ കണ്ടാൽ നമ്മൾ തൊടുക. രണ്ടാളും കൂടി എണ്ണ തേച്ചിട്ട് ആ കുളത്തേക്ക് പോയത്, നമ്മൾ കുളിച്ച് കയറി പോകുന്നു, മറ്റവൻ ഇപ്പോൾ ഇവിടെ കല്ലിട്ടിരിക്കുക, കുളത്തേക്ക് കല്ലിട്ടിട്ട് അവനെ പോയി നമ്മൾ തൊടില്ല. എന്താ കാരണം? കുളിച്ച് വന്നാലേ പിന്നെ ശുദ്ധമായിട്ടേ തൊടുള്ളൂ. അത് അപ്പൊ അതങ്ങനെയുണ്ട്. അപ്പൊ ഇപ്പോഴങ്ങനെയാ പതിവ് വെച്ചാൽ പണ്ടത്തെ പതിവല്ലല്ലോ. ഇപ്പൊ പിന്നെ നമ്മൾ കുളിക്കുമ്പം ആ മറ്റേ കാറ് കഴുകണേ ആ പശയില്ലേ, ത്രശ വലിപ്പുള്ള പശയില്ലേ, അത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തലയിൽ അങ്ങോട്ട് തേച്ചിട്ട് അങ്ങോട്ട് അപ്പം അങ്ങോട്ട് പറത്തും. കാട്ടാളുടെ മാതിരി, കാട്ടാളത്തിൻ്റെ മാതിരി അത് ഇങ്ങോട്ട് പറത്തിയ പിന്നെ ഇതൊന്ന് ഒതുങ്ങണമല്ലോ. അതിനെന്ത് ചെയ്യും? ഒരു കൈക്കുടനയില എണ്ണ പുരട്ടിയിട്ട് എന്നിട്ടാണ് അമ്പലത്തേക്ക് ഇങ്ങനെ വരിക. അമ്പലത്തിലുള്ളവർക്ക് വിവരമില്ലാത്തതുകൊണ്ട് തിരക്കടില്ല. അല്ലെങ്കിൽ പുണ്യാഹത്തിന്റെ കാശാരോട് വാങ്ങണം. ശരിയല്ലേ? അപ്പൊ പുണ്യാഹം വേണം. നമ്മൾ പെലയുണ്ടായിട്ട് കുളിക്കാണ്ട് ശുദ്ധം മാറിയിട്ട് അമ്പലത്തേക്ക് വരുമോ? എന്തെങ്കിലും അശുദ്ധി ഉണ്ടെങ്കിൽ കുളിച്ച് ശുദ്ധാവണം. ശുദ്ധി വെച്ചാൽ കുളിച്ച് ശുദ്ധമായിട്ടേ വരുള്ളൂ. അല്ലാതെ ശുദ്ധി വെച്ചാൽ ആ ശുദ്ധം വന്നിട്ടല്ലേ വരുള്ളൂ. ശരിയല്ലേ ഇത്? ഇപ്പൊ പെലയുണ്ടെങ്കിൽ വരുമോ? അതെന്നാ വെച്ചാൽ അതിന്റെ പിണ്ടം കഴിഞ്ഞ് പെലയൊക്കെ തീർന്ന് ശുദ്ധമായാലേ വരുള്ളൂ. എല്ലാ കാര്യവും അങ്ങനെ തന്നെയല്ലേ പതിവ്. അപ്പൊ അതുകൊണ്ടൊക്കെ ശ്രദ്ധിക്കണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിൽ വേണ്ട മാതിരി ഗുണങ്ങൾ നമ്മൾ ചെയ്യണതുകൊണ്ട് ഇല്ലാത്തതിന്റെ കാരണം എന്താണെന്നറിയൂ? ഇങ്ങനെ ചില ഓട്ടയുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ഓട്ട പറഞ്ഞാൽ നമ്മൾക്ക് ഈ കിട്ടണ നന്മ ഒഴുകി പോണ ചില അശുദ്ധിയുടെ ഓട്ടയതൊക്കെ. അതുകൊണ്ട് കുറേം കൂടിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞത്. സൂക്ഷ്മത ഉണ്ടെങ്കിൽ കുറേം കൂടി നന്നാവും. അപ്പം കുളിച്ചിട്ട് എണ്ണ തേക്കണവൻ്റെ ദേഹത്തു നിന്നും കുടുംബത്തു നിന്നും ശ്രീ പോവും. പിന്നെ നനഞ്ഞ മുണ്ട തോളത്തിടണവൻ്റെ ദേഹത്തു നിന്നും കുടുംബത്തു നിന്നും ശ്രീ പോവും. നനഞ്ഞ മുണ്ടൊന്നും തോളത്തിടരുത് കേട്ടോ. കുളിച്ച് വരുമ്പം ഇപ്പം എങ്ങനെയാ പതിവ്? ഇപ്പൊ കുളിച്ചിട്ട് ആ നനഞ്ഞ മുണ്ട് പൊതച്ചിട്ട് അങ്ങനെ സുന്ദരിയായിട്ട് കണ്ടു വരും. നനഞ്ഞ മുണ്ടൊന്നും തോളത്തിടരുത്. അതുകൊണ്ടാണ് പണ്ട് വിവരമുള്ളവരൊക്കെ കുളിച്ചു കഴിഞ്ഞ് കുളത്തുനിന്ന് പോകുമ്പോൾ എങ്ങനെയാ പോവുക? മുഖ്യ വസ്ത്രങ്ങൾ ഉണ്ടാവില്ലേ? മുഖ്യ വസ്ത്രങ്ങൾ എവിടെയുണ്ട്? നമ്മൾ കൈത്തണ്ടയിൽ ഇവിടെ ഇട്ടുള്ളൂ, തോളത്തിട്ടില്ല. തോളത്തിട്ട ശ്രീ പോവും. നനഞ്ഞ വസ്ത്രം തോളത്തിടരുത്. അങ്ങനെ പോകും. പിന്നെ നോക്കൂ, അതായത് ഉദിക്കുമ്പം അസ്തമിക്കുമ്പോഴും സന്ധ്യാസമയത്ത്, ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും സന്ധ്യാസമയത്ത് ഉണ്ണണോന്റെ ദേഹത്തിന്നും കുടുംബത്തിന്നും ശ്രീ പോവും. സന്ധ്യയ്ക്ക് ഉണ്ണാനും പാടില്ല, ഉറങ്ങാനും പാടില്ല. സന്ധ്യ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തേത് നമുക്ക് ഓർമ്മയിലുണ്ടാവുള്ളൂ. രാവിലത്തേത് പരിചയം കുറവായിരിക്കും. എന്താ കാരണം? ഇപ്പൊ 8 മണി 9 മണിയാണല്ലോ പുറപ്പാട് അല്ലേ? നമ്മുടെ സമ്പ്രദായമുള്ളവരുടെ അല്ലട്ടോ പറയുന്നത്. പൊതുവെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ അങ്ങനെയല്ലേ? ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ എങ്ങനെയാ പതിവ്? രാത്രി തൊണ്ടിയും മാന്തിയും 2:30 വരെ മാന്തല്, പിന്നെ 12:30 എണീക്കല്. ശരി തന്നെയല്ലേ? ഇതൊക്കെ ഇപ്പൊ എല്ലാ നാട്ടിലും ഇപ്പൊ നമ്മൾ കാണുന്നതല്ലേ. കാരണവന്മാരൊക്കെ പണ്ടത്തെ മട്ടുമാതിരിയൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പൊ സന്ധ്യയ്ക്ക് ഉണ്ണണോന്റെയും ഉറങ്ങണോന്റെയും ദേഹത്തിന്നും കുടുംബത്തിന്നും ശ്രീ പോവും. മനസ്സിലാവണില്ലേ? സന്ധ്യയ്ക്ക് ഉണ്ണണോന്റെ ദേഹത്തുനിന്നും പോവും, ഉറങ്ങണോന്റെ ദേഹത്തുനിന്നും. സന്ധ്യയ്ക്ക് ഉണ്ണാനും ഉറങ്ങാനും പാടില്ല. സന്ധ്യയ്ക്ക് ഈ സന്ധ്യാസമയം എന്ന് പറഞ്ഞാല് സൂര്യൻ അസ്തമിച്ച ആ രാത്രിയല്ല, പകലുമല്ല. ആ നേരത്ത് ഊണഴിക്കരുത്, ആഹാരം കഴിക്കാം. ഉറങ്ങാനും പാടില്ല, കിടക്കുക പോലും ചെയ്യില്ല. ഇനി വയ്യായും ദണ്ണായിട്ട് കിടക്കണവരെയാണെങ്കിൽ പോലും പ്രായമുള്ളവരൊക്കെ പറയും, സന്ധ്യയായി കുട്ടി, അതിനെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തിക്കോളൂ, ഒന്ന് എഴുന്നേറ്റിരുത്തിക്കണം. ഒന്ന് കാലൊക്കെ തൊട്ട് നനച്ചൊരു ഭസ്മൊക്കെ തൊടിയിച്ച് നാമം ചെല്ലിച്ച് എന്നിട്ട് സന്ധ്യ എന്നങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെയും. ഇനിയിപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ പോലും ആഹാരം കൊടുക്കുമ്പോൾ സന്ധ്യ ഒന്നങ്ങോട്ട് കഴിഞ്ഞോട്ടെ. എന്താണ്? സന്ധ്യയ്ക്ക് കൊടുക്കില്ല. ചെറിയ കുട്ടികൾക്കൊക്കെ ആഹാരം കൊടുക്കണമെങ്കിൽ പ്രായമുള്ളവർക്കൊക്കെ കൊടുക്കുകയാണെങ്കിലും അങ്ങനെ. അപ്പൊ സന്ധ്യയ്ക്ക് ഉണ്ണണോന്റെ ദേഹത്തുനിന്നും കുടുംബത്തിനും ശ്രീ പോവും. സന്ധ്യയ്ക്ക് ഉറങ്ങണോന്റെ ദേഹത്തുനിന്നും കുടുംബത്തിൽ നിന്നും ശ്രീ പോവും. സന്ധ്യയ്ക്ക് സീരിയല് കാണണോന്റെ കാര്യം പറഞ്ഞിട്ടില്ല, പേടിക്കണ്ട. പെട്ടെന്ന് അത് ഇനിയിപ്പോ സംശയം ഉണ്ടാവുകയെ. മനസ്സിലായില്ലേ? അത് വേദവ്യാസരുടെ കാലത്ത് ആ ദുരിതം ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയാഞ്ഞത്. നമ്മുടെ കാലത്ത് ആ ദുരിതം കൂടി ഉള്ളതുകൊണ്ട് അതും കൂടി കൂട്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. തെറ്റിദ്ധരിക്കണ്ട. സന്ധ്യാസമയത്തെങ്കിൽ ആ പെട്ടിയുമ്പിൽ ഒരു നനഞ്ഞ ചാക്കെങ്കിലും വലിച്ചിട്ടിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് 10 നാമം ചൊല്ലിക്കോളൂ. അങ്ങനെയൊക്കെയാണ് വേണ്ടത്. നനഞ്ഞ ചാക്കൊന്നും അതിൻ്റെ മുകളിൽ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ അത് കേടായിട്ട് നമ്മളെയും തെരഞ്ഞു വന്നിട്ട് കാര്യമില്ല, നമ്മുടെ നാട്ടിൽ നിന്ന് അവിടുന്ന് പോകും. എന്നുവെച്ചാൽ അർത്ഥം ആ സമയത്തെങ്കിലും ഒരിത്തിരി നേരം നമ്മളതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചപ്പോൾ അവനവൻ്റെ അകത്ത കാര്യം നേരെയൊക്കെ ലേശം പണിയെടുക്കണേ എന്നാ പറഞ്ഞത്. ഇതാണ്. അപ്പൊ ശ്രീ അപ്പൊ ഇതൊക്കെ ഈ ഭാഗത്ത് ദേവി ഭാഗവതത്തിൽ പറഞ്ഞു. മഹാഭാരതത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഓരോ ശാസ്ത്രങ്ങളിൽ പറയുന്നത്, ഏത് ശാസ്ത്രത്തിൽ എന്ത് പറഞ്ഞാലും നമ്മൾക്കത് ഗുണാണേ. അത് പിന്നെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞോളണമെന്നൊന്നുമില്ല. ഇപ്പൊ 10 കുഴിയുള്ള കാരയിൽ അപ്പം ഉണ്ടാക്കിയാലും 20 കുഴിയുള്ള കാരയിൽ അപ്പം ഉണ്ടാക്കിയാലും ഇനി കുഴിയില്ലാത്ത കാരയിൽ ഉണ്ടാക്കിയാലും നമ്മളൊക്കെ അപ്പം കഴിക്കുക വേണ്ട. കുഴി എണ്ണേണ്ട കാര്യമൊന്നും അപ്പത്തിന്റെ രുചിയെ ബാധിക്കണ കാര്യമല്ല. കുഴി നമ്മൾ പറയാറില്ലേ, അപ്പം കഴിച്ചാൽ മതി. അത് പടക്കുണ്ടല്ലേ.
അത് മതി. അതെന്താ കാരണം? അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഏത് ശാസ്ത്രത്തിൽ പറഞ്ഞതായാലും നമുക്ക് ഗുണമുള്ളതാണെങ്കിൽ എടുക്കന്നെ. ഇവിടെ എന്താ വെച്ചാൽ ശ്രീ പോവുക എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്യും ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഒന്നുമില്ല, ഭഗവാൻ അല്ലേ, ഭഗവാന്റെ അടുത്ത് ചെന്ന് ആശ്രയിച്ചു ദേവന്മാര് ഭഗവാനെ ആശ്രയിച്ചപ്പം ഭഗവാൻ പറഞ്ഞു ദേവന്മാരെ ഒരു കാര്യം ചെയ്യൂ, ഈ പാലാഴി കടഞ്ഞ അമൃതം എടുത്ത് കഴിച്ചാൽ എന്തുണ്ടാവും? നിങ്ങൾക്ക് നന്മയുണ്ടാവും, നിങ്ങളുടെ പോയ ശ്രീയൊക്കെ തിരിച്ചു കിട്ടുമെന്നും പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും അതിന് വേണ്ടത് എന്താ വെച്ചാൽ പാലാഴി കടയാൻ നിങ്ങൾ ഒറ്റയ്ക്ക് കടഞ്ഞാൽ കിട്ടില്ല, അസുരന്മാരെയും കൂടി കൂടെ കൂട്ടിക്കോളൂ എന്നും പറഞ്ഞു. അസുരന്മാരും ദേവന്മാരും എന്നും ഷണ്ഠയും ശത്രുക്കള്. എവിടുന്ന് കിട്ടാനാ പറ്റോളെ? ദേവേന്ദ്രൻ എന്ത് ചെയ്തു? ദേവേന്ദ്രനോട് പറഞ്ഞു, ദേവേന്ദ്ര പാലാഴി കടയുമ്പോൾ പലതും ഉണ്ടാവും, അതിനൊന്നും പുറപ്പെടണ്ട, പല വസ്തുക്കൾ പുറപ്പെടുക വിശേഷമായത്, അതൊന്നും കണ്ട് ചാടി പുറപ്പെടണ്ട, അമൃത് വരുമ്പം പുറപ്പെട്ടാൽ മതി എന്നും പറഞ്ഞു. അതുകൊണ്ട് അസുരന്മാരെയും കൂടി കൂട്ടുപിടിച്ചോളൂ. ദേവേന്ദ്രൻ രാവിലെ മുണ്ടും തോളത്തിട്ട് എങ്ങോട്ട് പോയി? അസുരന്മാരെ കാണാൻ. അസുരന്മാർക്ക് അത്ഭുതമായേ, ബദ്ധ ശത്രുവിനെ രാവിലെ മുണ്ടും തോളത്തിട്ട് അടുത്ത വരമ്പത്തിൽ കൂടി മുണ്ടിന്റെ വക്കം പിടിച്ച് കൊടയും പിടിച്ച് ആര് വരുന്നു? ദേവേന്ദ്രൻ വരികയാണെ പടിപ്പരയും കടന്നിങ്ങനെ വരുമ്പം ബലി മഹാരാജാവാണ് അന്ന് അസുരന്മാരുടെ നേതാവ്. ബലി മഹാരാജാവിന് സംശയം, ഇന്ദ്രന് പ്രാന്തായിയോ? എന്താ കാരണം? പ്രാന്തായിയാ നമ്മൾ എവിടേക്കാ പോകുകയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്നലെ വരെ ചീത്ത വിളിച്ചവൻ്റെ കുടുംബത്ത് പോയി ഇന്ന് ഊണ് കഴിച്ചൊക്കെ വരും. ബുദ്ധിക്ക് അന്തല്ലാണ്ടായി എന്തെങ്കിലുമൊക്കെ ചെയ്യില്ലേ? ഇന്ദ്രനെ ബുദ്ധിക്ക് അന്തല്ലാണ്ടായോ എന്നൊക്കെ സംശയിയേ. പിന്നെ വന്നു. അപ്പൊ ഇന്ദ്രൻ ഇങ്ങോട്ട് കയറി വന്നിട്ട് പറഞ്ഞു, കുറച്ച് കാലമായി ഞാൻ നിരീക്കണം, അവിടത്തെ ഒന്ന് കാണണം, നിശ്ചയല്ല ഈ കണ്ടട്ട എന്നൊക്കെ ആര് പറഞ്ഞു? ഇന്ദ്രൻ. ഇങ്ങനെയൊക്കെ സ്നേഹം പറഞ്ഞു വരണോൻ എങ്ങനെയാണെന്ന് നമ്മൾ കൊന്നില്ല ചോദിച്ചു. എന്താ ഇന്ദ്ര കാര്യം? ഒന്നുമില്ലേ, നമ്മളൊക്കെ എത്രയായാലും ഒരച്ഛൻ്റെ അമ്മയുടെയും മക്കളല്ലേ? കണ്ടാ തോന്നുന്നു ഇന്ന് രാവിലെ ഉണ്ടായ മക്കളാണ്, 56 കൊല്ലമായി ഉണ്ടായിട്ട്. ശരി തന്നെയാണ്, കശ്യപ പ്രജാപതിയുടെ മക്കളാണല്ലോ ദേവന്മാരും അസുരന്മാരും ഒക്കെ. സ്നേഹം പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് എത്രയായാലും നമ്മളൊക്കെ ഒന്നല്ലേ ചോദിച്ചു. ഇന്നലെ 16 ഇന്നിപ്പോ 11. എന്താ ഇന്ദ്ര ഒന്ന് അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ലോഹ്യം പറഞ്ഞ അവിടെ കഴിച്ചു കൂട്ടി കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരം പോവാൻ പുറപ്പെട്ട സമയത്ത് ഇന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി കൊടയും സഞ്ചിയൊക്കെ എടുത്ത് ഇറങ്ങി പുറപ്പെട്ട അങ്ങനെ പടിപ്പര ഇങ്ങോട്ട് കിടക്കുമ്പം പടിപ്പരയിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് തന്നെ വന്ന് ചെരുപ്പ് ഊരി മുറ്റത്തിട്ടിട്ട് കൊട അവിടെ വെച്ചാൽ ആദ്യക്ക് വന്ന് എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അതൊന്നും അങ്ങോട്ട് പറയുക. എന്താ ഇന്ദ്ര പറയാനുള്ളത്? ഒന്നുമില്ല, ഞങ്ങൾ പാലാഴി കടയാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതൊന്നും പറയുക, നമ്മളൊക്കെ എത്രയായാലും ഒന്നല്ലേ എന്ന് പറഞ്ഞു. വിവരം അറിയിക്കാൻ വന്നതാണ്. നന്നായി എന്നും പറഞ്ഞു ബലി. അത് കഴിഞ്ഞ് ഇന്ദ്രൻ വീണ്ടും യാത്ര പറഞ്ഞിറങ്ങി പടിപ്പരയോളം എത്തി. വീണ്ടും തിരിച്ചു വന്ന് ചെരുപ്പൂരി അവിടെ ഇട്ടിട്ട് വീണ്ടും അകത്തേക്ക് കയറിയിട്ട് പറഞ്ഞു, പിന്നെ എന്താ വെച്ചാൽ ഞാൻ അതങ്ങോട്ട് പറയാൻ വിട്ടു, ഞങ്ങൾ എന്തായാലും പാലാഴി കടയാൻ തീരുമാനിച്ചിട്ടുണ്ടേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പാലാഴി കടയാൻ മോഹം തോന്നുന്നു വെച്ചാ ആദ്യമേ പറഞ്ഞോളൂ, അധികം ഒന്നും സ്ഥാനം ഒഴിവില്ല. നമ്മൾ പിന്നെ അവനോന്റെ ആൾക്കാരെങ്കിലും പെട്ടെന്ന് വന്നാലോ നിരീച്ച് 1-2 കസാര അവിടെ മുമ്പിൽ ഒതുക്കി മാറ്റി വെച്ചതുണ്ട്, അതേ ഉള്ളൂ. ഇനി പൈമ്പിൽ വല്ലവരും വന്നിരുന്നാൽ അതും ഇല്ലാണ്ട് വേണച്ചാ വേഗം പറഞ്ഞോളൂ എന്നും പറഞ്ഞു. ആരെ? ഇന്ദ്രനെ. അപ്പൊ ബലി മഹാരാജാവ് എന്താ വേണ്ടെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ മഹാരാജാവിന്റെ മന്ത്രി രാജാവിന്റെ ചെവിട്ട് പറഞ്ഞു, അതെ ബലി മഹാരാജാവ്, പാലാഴി കടയാൻ ഇന്ദ്രൻ വിളിക്കുമ്പോൾ പോവാണ്ടിരിക്കണ്ട. എന്താ വെച്ചോ, നമ്മൾ ഒറ്റയ്ക്ക് കടന്നാൽ അമൃത് കിട്ടില്ല, അപ്പൊ ദേവന്മാരും കൂടി കടഞ്ഞാൽ കിട്ടും ചെയ്യും. അപ്പൊ അമൃത് ഇങ്ങനെ കടഞ്ഞ് തരായിട്ട് വരുമ്പോൾ നമുക്ക് കട്ടുകൊണ്ടുവന്ന് ഒറ്റയ്ക്ക് കഴിക്കുകയും ചെയ്യുക. എങ്ങനെയുണ്ട് അത് ബലി മഹാരാജാവിന് ഇഷ്ടമായി. ഇത് ബലി മഹാരാജാവിന്റെ ചെവിട്ട് പറഞ്ഞതായതുകൊണ്ട് മൈക്കിൽ പറയുന്ന അല്ലാത്തതുകൊണ്ട് ആര് കേട്ടില്ല? ഇന്ദ്രൻ കേട്ടില്ല, ബലിയെ കേട്ടു. ബലി മഹാരാജാവ് പറഞ്ഞായിക്കോട്ടെ, ഞങ്ങൾ പാലാഴി കടയാൻ വരാൻ വിഷമമൊന്നുമില്ല, എന്നൊക്കെ അപ്പൊ തീരുമാനിച്ചത് ചോദിച്ചു. 18-ാം തീയതിക്കാണ് അവൻ. ആയിക്കോട്ടെ ഞങ്ങൾ വന്നോളാം, വണ്ടി അയക്കണം, വേണ്ട ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാം എന്നും പറഞ്ഞു. ആയിക്കോട്ടെ അങ്ങനെ ആവട്ടെ, സന്തോഷമായി. അങ്ങനെ തഞ്ചത്തിൽ ആര് കാര്യം തരാക്കി? ദേവേന്ദ്രൻ. നോക്കുമ്പോ എന്താ ഉണ്ടായത്? അവിടെ ചെന്നിട്ട് ദേവേന്ദ്രൻ പോയി പറയാൻ, ഞങ്ങൾക്ക് പാലാഴി കടയാൻ ഒറ്റയ്ക്ക് കടഞ്ഞാൽ കിട്ടില്ല, നിങ്ങളും കൂടി സഹായിക്കണേ, ഞങ്ങളുടെ കാര്യം കഷ്ടാണേ ഞാൻ നിലവിളിച്ച എന്താ ഉണ്ടാവുക? നിലവിളിച്ച് അവിടെ ചെന്ന് ആശ്രയിച്ച എന്തുണ്ടാവും? അവര് പറയില്ലേ, അസുരന്മാര് പറയില്ലേ, ഞങ്ങൾക്ക് പാലാഴി കടയാൻ വരാനൊന്നും വിഷമമൊന്നുമില്ല, പക്ഷെ പാലാഴി കടഞ്ഞ അമൃതം ഉണ്ടാവുമ്പോ 99.9% 99.9% ഞങ്ങൾക്ക് തരണമെന്ന് പറയില്ലേ, വില പേശില്ലേ? ഇതിപ്പോ വില പേശലൊന്നും ഇല്ലേണ്ട കാര്യം നേരിയില്ലോ. അങ്ങനെ പാലാഴി കടയാൻ തയ്യാറായി. ദേവന്മാരും അസുരന്മാരും പാലാഴി തീരത്ത് വന്നു. അസുരന്മാരും ദേവന്മാരും കൂടിയിട്ട് ഈ മന്ദരപർവ്വതം ഇല്ലേ, മന്ദരപർവ്വതത്തെ കടകോലാക്കി വാസുകിയെ കയറാക്കിയിട്ട് വേണം കടയാന്നാ പറഞ്ഞത്. അങ്ങനെ മന്ദരപർവ്വതത്തെ പൊക്കി കൊണ്ടുവരാനായിട്ട് ദേവന്മാരും അസുരന്മാരും കൂടി പോയിട്ട് 2 കൂട്ടരും കൂടി ഇതിനെ പൊക്കി തോളത്തെ കയറ്റി. ഈ അസുരന്മാരും ദേവന്മാരും ചേർച്ചയില്ലാത്ത കൂട്ടരാണല്ലോ. അസുരനോ ദേവനോ ഏതോ ഒരുത്തൻ എന്തോ ചെയ്തു, പർവ്വതം ഇരുണ്ട് മറിഞ്ഞ് നിലത്തേക്ക് അങ്ങോട്ട് വീണു. നിലത്തേക്ക് വീണപ്പോഴൊക്കെ ഈ പാലാഴി കടയാൻ വന്ന അസുരന്മാരും ദേവന്മാരും കൈയൊടിഞ്ഞ കാലം
കാലൊടിഞ്ഞ് തലയൊടിഞ്ഞ് കഴുത്തൊടിഞ്ഞ് ചത്തും ചതഞ്ഞും ഒക്കെ കുറേ നശിച്ചു പോയേ. ഭഗവാന് മനസ്സിലായി എന്താ ഇപ്പം ഇത് പറ്റുള്ള കാണിക്കണത്. പാലാഴി കടയാൻ പുറപ്പെട്ടവരൊക്കെ ഇപ്പോൾ ICUലാണ്, മെഡിക്കൽ കോളേജിൽ. എന്തായാലൊക്കെ ഓരോ ദിക്കിൽ ചികിത്സ കഷ്ടമായി പോയി. ഭഗവാൻ ആദ്യം തന്നെ വിഘ്നം. ശ്രീഹരി ഭഗവാന് മനസ്സിലായി ഇവർ വിചാരിച്ചാൽ നടക്കില്ല. ഭഗവാൻ പോയി ഗരുഡന്റെ പുറത്ത് പോയിട്ട് പുഷ്പം കൊണ്ടുവരുന്ന ലാഘവത്തോടെ എന്ത് കൊണ്ടുവന്നു, പാലാഴിയിൽ സ്ഥാപിച്ചു. പർവ്വതത്തിന് വാസുകിയെ കൊണ്ടുവന്നു, ചുറ്റി പാലാഴി കടയാൻ പുറപ്പെട്ടു. പാലാഴി കടയാൻ പുറപ്പെട്ടപ്പം ഭഗവാൻ പറഞ്ഞു, ദേവന്മാരോട് പറഞ്ഞു, ഒരു വാസുകിയെ ചുറ്റി തലയൊരു ഭാഗത്തേക്കും വാലൊരു ഭാഗത്തേക്കാണ് വെച്ചതേ. തല ദേവന്മാരോട് പിടിച്ചോളാം. അപ്പൊ തല ദേവന്മാർ പിടിച്ചു കഴിഞ്ഞ് വാലാര് പിടിക്കണം? അസുരന്മാർ. അപ്പൊ അസുരന്മാർ ഇപ്പൊ വാല് പിടിക്കുന്ന നിരീച്ച ഭഗവാൻ അങ്ങനെ കാത്തിരിക്കുമ്പോൾ അസുരന്മാർ വാല് പിടിക്കണമെന്നൊന്നും കാണാനില്ലേ. വാല് പിടിക്കുന്നത് കാണാനില്ല എന്ന് മാത്രമല്ല, ഈ അസുരന്മാരുടെ ഭാഗത്തു നിന്നൊരു ശബ്ദം അങ്ങനെ കേൾക്കാനുണ്ട്. എന്താ വെച്ചിട്ടുണ്ടോ? ബഹിഷ്കരിക്കും ബഹിഷ്കരിക്കും, പാലാഴി മഥനം ബഹിഷ്കരിക്കും, നാണം കെടുത്താൻ നോക്കേണ്ട. പ്രതിഷേധ പ്രകടനമാണ്. അപ്പം ഭഗവാൻ ചോദിച്ചു, എന്താ പ്രശ്നം? ഞങ്ങളെ പാലാഴി കടയാനൊന്നും ഞങ്ങളെ കിട്ടില്ല, ഞങ്ങളെ പാമ്പിന്റെ പാലൊന്നും പിടിക്കില്ല, ഞങ്ങൾ നല്ല തറവാട്ടുകാരാണെന്നും പറഞ്ഞു. കശ്യപേയന്മാരാണ്, വാല് പിടിക്കുക. പുച്ഛിക്കുക ചോദിച്ചു. പുച്ഛെന്ന് പറഞ്ഞാൽ വാല, പുച്ഛിക്കുക എന്ന് പറഞ്ഞാലോ? പുച്ഛിക്കുക എന്ന് പറഞ്ഞാൽ വാലാക്ക് അപമാനിക്കുക എന്ന്. ഹേയ് ഞങ്ങളെ കിട്ടില്ല. അപ്പം ഭഗവാൻ ചോദിച്ചു, നിങ്ങൾ വാല് പിടിക്കില്ല? ഞങ്ങൾ വാല് പിടിക്കില്ല എന്നും പറഞ്ഞു. അപ്പൊ ഭഗവാൻ ചോദിച്ചു, തലയാണെങ്കിലോ ചോദിച്ചു. തലയാണെങ്കിൽ പിടിക്കുക എന്നും പറഞ്ഞു. അപ്പം ഭഗവാൻ എന്ത് ചെയ്തു? ദേവന്മാരോട് പറഞ്ഞു, ആ തലേമ്പെന്ന് പിടുത്തം വിട്ടോളൂ, വാലുമ്പ പിടിച്ചോളൂ പറഞ്ഞു. ദേവന്മാർ പോയിട്ട് എന്ത് ചെയ്തു? തലേമ്പെന്ന് പിടുത്തം വിട്ട് വാല് പിടിച്ചു. ദേവന്മാർക്ക് പിന്നെ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചാൽ മതി. തലയാച്ചാ തല, വാലാച്ചാ വാല്. ഭഗവാൻ പറഞ്ഞെങ്കിൽ പിടിക്കുക. വാലുമ്മ പോയി പിടിച്ചു. ആ ദേവന്മാര് വാലുമ്പ പിടിച്ച് അസുരന്മാരാണെങ്കിൽ എന്ത് ചെയ്തു? പ്രതിഷേധ പ്രകടനക്കാരെല്ലാവരും കൂടി പ്രതിഷേധ പ്രകടനം മാറ്റിയിട്ട് ആഹ്ലാദ പ്രകടനം ആക്കിയിട്ട് നെടിയെടുത്തു എന്നും പറഞ്ഞ ആഹ്ലാദ പ്രകടനമായിട്ട് വന്ന് തലയും പിടിച്ചു. ഭഗവാന് സന്തോഷമായി. എന്താ കാരണം? ഒക്കെ വിചാരിച്ച മാതിരി നടന്നു കിട്ടി. ഇത് വിചാരിച്ചത് ദേവന്മാരെ കൊണ്ട് വാലും അസുരന്മാരെ കൊണ്ട് തലയും പിടിപ്പിക്കാനാണ് ആര് നിരീക്ഷിച്ചത്? ഭഗവാൻ നിരീക്ഷിച്ചത്. എന്താ കാരണം? ദേവന്മാര് തല പിടിച്ചാൽ നേരിയ വലിയ പാമ്പല്ലേ, ഇതിങ്ങനെ വലിഞ്ഞു മുറുകുമ്പോൾ വിഷം തൂപ്പുമ്പോൾ ദേവന്മാര് സത്വഗുണ പ്രധാനികളായതുകൊണ്ട് വിഷം ചെന്നാൽ അവർക്ക് ദോഷം ഉണ്ടാവുകയെ. അങ്ങനെയുണ്ട്. അസുരന്മാരാണെങ്കിലോ തല പിടിക്കുന്നത് വിഷം തൂപ്പിയാലും കുഴപ്പമില്ല. എന്താ കാരണം? അതിനേക്കാളും വലിയ വിഷമാണല്ലോ ഇത്. ഏത് ആസുരന്മാരാ ജാതി വിഷമല്ലേ. അപ്പം അതുകൊണ്ട് മറ്റാരോ പറഞ്ഞില്ല, ഇടവഴി കൂടി ഇങ്ങനെ പോകുക. വടക്കല കൊയ്തും കുട്ടിയെ പാമ്പ് കടിച്ചു, മൂർഖം പാമ്പ് കടിച്ചു. വടക്കല കൊയ്തും കുട്ടി മൂർഖം പാമ്പ് കടിച്ചു. ആരോ ഇടവഴി കൂടി ഓടുകയാണേ. അപ്പൊ മുത്തശ്ശി പടിപ്പരയെന്ന് ഇങ്ങനെ ചോദിച്ചു, എന്നിട്ട് പാമ്പ് ചത്തു ഉണ്ണിയേ ചോദിച്ചു. എന്താ പാമ്പ് ചത്തു? എന്താ മുത്തശ്ശിയെ ചോദിച്ചു. അല്ല വിഷം എവിടേക്കും കയറൂലോ എന്നും പറഞ്ഞു. ഈ കൂടി വയ്ക്കുന്ന കുറഞ്ഞേക്കിലേക്കാണല്ലോ കയറുക എന്ന് പറഞ്ഞു. അപ്പൊ കൂടിയ വിഷം ഇതിനാ കൊയ്തും കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഭഗവാന് സന്തോഷമായി. പാലാഴി കടയാൻ പുറപ്പെട്ടു.